മഴക്കെടുതിയിൽ തകർന്ന മണ്ണൂർ നായ്ക്കാലി റോഡിന് അടിയന്തര പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ മട്ടന്നൂരിൽ ബഹുജന കൂട്ടായ്മ ആരംഭിച്ചു. മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച കൂട്ടായ്മ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ബദൽ റോഡിന് സ്ഥലമേറ്റെടുത്ത് അതിവേഗം നിർമ്മാണം പൂർത്തിയാക്കുക, കരാറുകാരനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുക, കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തി കരാർ പ്രവൃത്തികളിൽ നിന്ന് ഒഴിവാക്കുക, നിർമ്മാണത്തിൽ വന്ന നഷ്ടവും ബദൽ റോഡിന് സ്ഥലമേറ്റെടുക്കാനും നിർമ്മാണം നടത്താനും ആവശ്യമായ തുകയും കരാറുകാരിൽ നിന്ന് ഈടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് LDFന്റെ നേതൃത്വത്തിൽ മട്ടന്നൂരിൽ ബഹുജന കൂട്ടായ്മ നടത്തുന്നത്. മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച കൂട്ടായ്മ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ഒന്നാമത്തെ പ്രതി കോൺഗ്രസും UDF-ഉമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ചില കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആളുകളെ തലമുറ അപ്പോൾ പൊതുപ്രവർത്തകന്മാരായാലും ഇവർക്ക് പരസ്യമായി പറയാൻ വേണ്ടി പറ്റില്ല, തരില്ല. അപ്പൊ മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തി യോഗം വിളിക്കണം ക്ലിയർ വ്യത്യാസം പറയും തരില്ല. 4 യോഗം കഴിഞ്ഞ് 5ാമത്തെ യോഗത്തിൽ ഭൂവുടമകൾ ഡിമാൻഡ് വെച്ചു. ആ ഡിമാൻഡ് കോൺഗ്രസുകാരുണ്ടാക്കിയ ഒരു ഡിമാൻഡായിരുന്നു. എന്താ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ സ്ഥലം നഷ്ടപ്പെടുന്ന എല്ലാവർക്കും മതിൽ കെട്ടി കൊടുക്കും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ പ്രവൃത്തി ദീർഘിച്ചുപോയ പ്രയാസമായിരിക്കും. മതിൽ കെട്ടിക്കൊടുക്കാൻ വേണ്ടി പുതിയ എസ്റ്റിമേറ്റ് അകത്ത് ഫണ്ട് പ്രത്യേകിച്ച് ഉൾപ്പെടുത്തും. അതിനുവേണ്ടി വ്യവസായ വകുപ്പും EP ജയരാജനും നഗരസഭാ കൗൺസിൽ ഇടപെടാം. അതുണ്ടെങ്കിൽ വർക്കിന്റെ നിലയിൽ നടക്കട്ടെ. അതുകൊണ്ട് ഭൂമി വിട്ടുകൊടുക്കാൻ വേണ്ടി സന്നദ്ധമാകും. ഗവൺമെന്റ് പുതിയ എസ്റ്റിമേറ്റ് അനുവദിച്ച് തിരുവനന്തപുരത്ത് മതിൽ കെട്ടാൻ വേണ്ടി നടപടി സ്വീകരിക്കാം. D. മുനീർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ N. ഷാജിദ്, CV. ശശീന്ദ്രൻ, VK. സുരേഷ് ബാബു, K. ഭാസ്കരൻ, KP. രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈകിട്ട് 4 നടക്കുന്ന സമാപനം KK. ശൈലജ MLA ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.